കാമുകയോ കാമുകനോ വേറെ ആരെങ്കിലും കാണിച്ചിട്ട് നിന്നേക്കാൾ ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി മൊത്തം ഇതാലോചിച്ച് ഉറക്കം കളയും. ഇപ്പൊ ബോസ് വന്നിട്ട് മൊത്തം സ്റ്റാഫ്സിനെയും ചീത്ത പറയായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും ഇയാൾ പറഞ്ഞത് എന്നെയാണോ എന്ന്. ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെങ്ങ് വേദനിപ്പിച്ചിട്ട് അവരങ്ങ് പോകും. ഇത് ആലോചിച്ച് നമ്മളെന്നിട്ട് ഇരിക്കും. രാത്രി ഇതും ആലോചിച്ച് ഇങ്ങനെ കിടന്ന് നമ്മുടെ ഉറക്കം കളയും. സോ നിങ്ങൾ കാര്യങ്ങളെ പേഴ്സണലായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ, വ്യക്തിപരമായി കാണുന്ന ഒരാളാണെങ്കിൽ, അതും ആലോചിച്ച് വേദനിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പണ്ട് കേട്ടൊരു കഥ ഉണ്ട്. 4 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കളിക്കുകയായിരുന്നു. അപ്പോൾ കൂട്ടത്തിലൊരു കുഞ്ഞിൻ്റെ പല്ലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അവനാണെങ്കിൽ എന്ത് ചെയ്താലും ചിരിക്കുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു കുട്ടി എന്തോ തെന്നി വീഴുകയോ എന്തോ ചെയ്തു. അപ്പോൾ ഇവനങ്ങ് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ വേറൊരു കുട്ടി പറഞ്ഞു, നിന്റെ ആ പല്ലും വെച്ച് ഇങ്ങനെ എല്ലാ പല്ലും തുറന്നു പിടിച്ച് ചിരിക്കല്ലേ, ഞങ്ങൾക്കൊക്കെ പേടിയാവും എന്നൊക്കെ പറഞ്ഞ് അവനെ ഇൻസൾട്ട് ചെയ്തു. ആ ഒരു വാക്ക് കാരണം അവൻ പിന്നീട് ചിരിക്കാതെ ആയി എന്നാണ് ആ കഥ. ഇവിടെയൊക്കെ അവർ പറഞ്ഞിട്ട് അങ്ങ് പോകും. പിന്നീട് നമ്മൾ അതും ആലോചിച്ച് വിഷമിക്കും. നിങ്ങളുടെ അനുഭവത്തിലുണ്ടാവും ഇങ്ങനെ കുറേ ഇൻസിഡൻസ്. ഇവിടെയൊക്കെ മോശമായി സംസാരിച്ചത് അവരായിരിക്കും, പക്ഷെ വിഷമിക്കുന്നത് നമ്മളാണ്. ഇവരുടെ ഈ വാക്കിനെ നമ്മൾ പേഴ്സണലായി എടുത്ത് വിഷമിക്കരുത്. അത് നമ്മൾ വീക്കാണ് എന്നതിന്റെ തെളിവാണ്. ആരെന്ത് പറഞ്ഞാലും നമ്മൾ അത് ഉള്ളിലോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അതോർത്ത് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കായ ആളുകളാണ്. നമ്മുടെ വീക്ക് പോയിന്റ് അതാണ്. കുഞ്ഞായിരുന്നപ്പോൾ 2ാം ക്ലാസ്സിലെ ബെഞ്ചിൽ ഇരുന്നിട്ട് എന്നെ അവൻ അത് പറഞ്ഞു എന്ന് പറഞ്ഞ കാലമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റൊരാൾ എന്നെക്കുറിച്ച് അത് പറഞ്ഞു, എന്നെ ഇത് പറഞ്ഞു എന്ന് വിചാരിച്ച് വിഷമിക്കുന്നതിൽ അർത്ഥമില്ല. അത് വീക്കായ ഒരു മനുഷ്യന്റെ തെളിവാണ്. അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. നിങ്ങൾ കാര്യങ്ങൾ വളരെയധികം പേഴ്സണലായിട്ട് എടുക്കുന്ന ആളാണെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ പോലും മറ്റൊരാളുടെ അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സ്വഭാവം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മറ്റൊരാൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ജോലി ചെയ്യുന്നു, അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഒരു സന്തോഷം കിട്ടും. അങ്ങനെ ഒരു വഴി. മറ്റേ വഴി, നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്നു എന്ന് നിങ്ങളെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടും. ഇങ്ങനെ മറ്റൊരാൾ പറയുന്നത് കേട്ട് നിങ്ങൾ സന്തോഷിക്കാൻ നിന്നാൽ അവിടെ പണി കിട്ടും. കാരണം നമ്മുടെയൊക്കെ സമൂഹത്തിൽ അധിക സമയവും ആളുകൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ കുറ്റം പറയും. ഇതൊക്കെ കേട്ട് വിഷമിക്കേണ്ടി വരും. സോ ഇതാണ് ആദ്യ ലക്ഷണം. കാര്യങ്ങളെ പേഴ്സണലായി കാണുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള 2ാമത്തെ ലക്ഷണം, എപ്പോഴും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വെറുതെ ഒരാവശ്യമില്ലെങ്കിലും സോറി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ അറിയോ? അവർ പ്രതീക്ഷിച്ച പോലെ അതുപോലെ ആളുകൾ അവരോട് ഇങ്ങോട്ട് ഇടപെടില്ല. സോ ഞാൻ വിചാരിച്ച പോലെ അവർ ഇങ്ങോട്ട് ഇടപെട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു വിഷമം. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തിരിച്ചു പെരുമാറാതെ വരുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടുന്നു, അതിനെ പേഴ്സണലായി എടുത്ത് വിഷമിക്കുന്നു. കാര്യങ്ങളെ പേഴ്സണലായി കാണുന്ന ആളുകളുടെ അടുത്തൊരു ലക്ഷണം, അവരവരുടെ ലൈഫിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവരുടെ ലൈഫിലോട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെങ്ങ് വിഷമിപ്പിച്ചിട്ട് പോവാം. നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് എന്തും പറഞ്ഞു പോകാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾ എല്ലാവർക്കും കൊടുക്കരുത്. നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ആയ ആളുകളൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ അവിടെയും നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. സോ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബലഹീനതകൾ എവിടെയൊക്കെയാണ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, സോ മനുഷ്യരുമായിട്ട് നമുക്ക് ഇടപെടാനുള്ള കഴിവ് അത്രയില്ല. അവർ നമ്മുടെ ലൈഫിലേക്ക് വന്ന് പലതും പറഞ്ഞ് അവരങ്ങ് പോവും. നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞൊക്കെ വേദനിപ്പിക്കുന്നതിനെയൊക്കെ മാക്സിമം ഒഴിവാക്കാൻ പറ്റും നമുക്ക്. മറ്റാളുകൾ വെക്കുന്ന റിക്വസ്റ്റിന് നിങ്ങൾക്ക് നോ പറയാൻ കഴിവില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കാര്യങ്ങളെ പേഴ്സണലായിട്ട് എടുക്കുന്ന ആൾ തന്നെയാണ്. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ മനസ്സ് നോ പറയുമ്പോഴും നമ്മൾ എസ് പറയുകയാണെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ആളാണ്. മറ്റുള്ളവർ പറയുന്നത് അതുപോലെ നിങ്ങൾ ഉള്ളിലോട്ട് എടുക്കുന്നു. അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഇതൊന്നും അനലൈസ് ചെയ്യാൻ ടൈം പോലും കൊടുക്കാതെ അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുത്തിട്ട് നിങ്ങളങ്ങ് വിഷമിക്കാൻ തുടങ്ങും. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും. അതിന്റെ ചെറിയൊരു മിസ്റ്റേക്ക് അങ്ങനെ ചിന്തിച്ചാൽ മതി. പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കാം. ഞാൻ തന്നെ ഇങ്ങനെയാണ്, ഞാനൊരു നശിച്ച ജന്മമാണ്, അങ്ങനെയൊക്കെയാണ് ചിന്തിക്കും. ഇത് നമ്മുടെ ഒരു ചെറിയൊരു പിഴവാണ്, അത്രേ ഉള്ളത്. അല്ലാതെ ഞാനേ ഇങ്ങനെയാണ് എന്നുള്ളതില്ല. പക്ഷെ കാര്യങ്ങളെ പേഴ്സണലായിട്ട് എടുക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് അവരങ്ങ് ചിന്തിച്ചു കൂട്ടും. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു തെറ്റ്, അത് ചെറിയൊരു തെറ്റേ ഉള്ളൂ, പക്ഷെ നമ്മളങ്ങ് ചിന്തിക്കുകയാണ് ഞാനേ അങ്ങനെയാണ്, ഞാനൊരു നശിച്ചവനാണ്, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ചാൽ ഇതൊക്കെ കാര്യങ്ങളെ പേഴ്സണലായി കാണുന്ന ആളുകളുടെ ലക്ഷണമാണ്. മറ്റുള്ള ആളുകളുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് വിഷമിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ കാര്യങ്ങളെ പേഴ്സണലായി എടുക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ കാര്യങ്ങളെ പേഴ്സണലായി കാണുന്ന ഒരാളാണെങ്കിൽ ഒരു പ്രശ്നം, നമുക്ക് ലൈഫിൽ ഒരു സമാധാനവും കിട്ടില്ല.
എവിടെ ചെന്നാലും ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും, അത് നമ്മളെ വിഷമിപ്പിക്കും. നമ്മൾ കാര്യങ്ങൾ പേഴ്സണലായി കാണുന്ന ആളുകളാണെങ്കിൽ അത് വെറുതെ നമ്മൾ കാണുന്നതൊന്നുമല്ല. അതങ്ങനെ കാണുന്ന ആളുകളായിട്ട് നമ്മൾ വളരുന്നതിൽ അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ചൈൽഡ്ഹുഡ് ട്രോമയാണ്. അച്ഛനും അമ്മയും രണ്ടുപേരും ടോക്സിക് ആവും. അവർക്ക് അവരുടേതായ നെഗറ്റീവ് പാറ്റേൺസ് ഒക്കെ ഉണ്ടാവും. അവർ വളർത്തുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവരുടെ നെഗറ്റിവിറ്റി അടിച്ചേൽപ്പിക്കും. സോ ചെറുപ്പത്തിലെ ആ നെഗറ്റിവിറ്റി, ആ ചൈൽഡ്ഹുഡ് ട്രോമ അവർ ലൈഫ് ലോങ് കൊണ്ടു നടക്കും. പ്രസന്റ് ലൈഫിൽ നെഗറ്റീവായി ചിന്തിച്ച് ഇപ്പം ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഉണ്ടാവുമല്ലോ. അവരുടെ ആ പാറ്റേൺ ആരംഭിച്ചത് അവരുടെ ചെറുപ്പകാലത്ത് നിന്നാവും. നമ്മൾ കാര്യങ്ങളെ പേഴ്സണലായി എടുക്കാനുള്ള അടുത്തൊരു കാരണം പുവർ സെൽഫ് എസ്റ്റീം ആണ്. ഞാൻ അത്ര പോരാ, എന്നെ കൊണ്ട് മറ്റുള്ളവർ അത്ര കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആളുകൾക്ക് മറ്റുള്ള ആളുകൾ വന്ന് എന്തെങ്കിലും ചെറിയൊരു അഭിപ്രായം പറഞ്ഞാൽ പോലും അതിനവർ വലിയ വില കൊടുക്കും. അവർ പറഞ്ഞത് ആ ശരിയെന്നങ്ങ് വിശ്വസിക്കും. അപ്പോൾ അവർ നെഗറ്റീവ് പറയുമ്പോൾ അത് കേട്ട് നമ്മൾ വിഷമിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളെ കണ്ടിട്ടില്ലേ? ആരെന്ത് പറഞ്ഞാലും അവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. മോദിയെയും പിണറായി വിജയനെയും നോക്കുക. മോദി ആളുകൾ അച്ഛന് വിളിക്കുന്നു, അമ്മയ്ക്ക് വിളിക്കുന്നു, എന്തൊക്കെ കേൾക്കുന്നുണ്ട്. മോദി അതൊന്നും ബാധിക്കുന്നില്ല. മോദി ഒരു കാര്യത്തെയും പേഴ്സണലായി എടുക്കുന്നേ ഇല്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. മോദി കൂളായി പോയി മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നു, ഇലക്ഷന് പ്രചാരണം നടത്തുന്നു, പോകുന്നു. ഇപ്പൊ പിണറായി വിജയൻ നോക്കൂ, ഇതുപോലെ പ്രശ്നം പിണറായി വിജയനും ഉണ്ട്. ആളുകളായ ആളുകളൊക്കെ ചീത്ത പറയുന്നു, പല ഇഷ്യൂസ് ഉണ്ട്. പിണറായി വിജയൻ ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ ടൂറൊക്കെ പോകുന്നു, ചില്ല് ചെയ്യുന്നു, ബീച്ചിൽ പോകുന്നു. ഇതൊക്കെ അവർ പേഴ്സണലായി എടുത്തിരുന്നെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഭ്രാന്താവും. നമ്മൾ കാര്യങ്ങളെ പേഴ്സണലായി എടുക്കുന്നതിൻ്റെ അടുത്തൊരു കാരണം പെർഫെക്ഷനിസം ആണ്. നമ്മൾ ബെസ്റ്റ് ആവണമെന്ന് വിചാരിക്കും. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, അല്ല അവിടെ ഈ പ്രശ്നമുണ്ടോ, ഇവിടെ ആ പ്രശ്നമുണ്ടോ എന്നൊക്കെ. അപ്പൊ നമ്മൾ അതിന് വലിയ വാല്യൂ കൊടുക്കും. പെർഫെക്റ്റ് ആവണം നമ്മൾ എത്ര കണ്ട് ചിന്തിക്കുന്നു അത്ര കണ്ട് നമുക്ക് പോരാന്നൊക്കെ തോന്നും. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ കൂടുതൽ വില കൊടുത്തിട്ട് ഉള്ളതും പോകും. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കഥ പറയാം. അവനിപ്പോ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അവൻ ചെറുപ്പം മുതലേ നന്നായി പാട്ട് പാടും. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈം അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു തരാം, നീ ഒന്ന് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ സെറ്റിങ്സും ഉണ്ട് അതിൻ്റെ. അപ്പോൾ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാനൊക്കെ ചെയ്യാം. എനിക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊന്ന് അപ്ലോഡ് ചെയ്യണം. അവൻ പാട്ട് പാടുന്നു, അവൻ നന്നായി പാട്ട് പാടുകയും ചെയ്യും. പക്ഷെ അവന് നേരത്തെ പറഞ്ഞ അസുഖമുണ്ട്, പെർഫെക്ഷനിസം. അങ്ങനെ അവന് ഞാൻ നന്നായി ഷൂട്ടൊക്കെ ചെയ്ത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഞാൻ നല്ല അടിപൊളിയായി ഷൂട്ടൊക്കെ ചെയ്തു. അങ്ങനെ വേറെ എൻ്റെ ഹെൽപ്പിന് 2 പേരുണ്ട്. പക്ക പ്രൊഫഷണൽ ലുക്ക് കിട്ടോ. അങ്ങനെ ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവന് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, പ്രശ്നമുണ്ടല്ലോ. ഞാൻ ചെയ്തേ, എൻ്റെ കൈ കണ്ടില്ലേ, ഇവിടെ പണ്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് വീണ മുറിവുണ്ടല്ലോടാ, അത് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഇൻസ്റ്റയിലിട്. പക്ഷെ പ്രശ്നം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവൻ ഈ നിമിഷം വരെ ആ പാട്ടിട്ടിട്ടില്ല. ഞാൻ മറ്റൊരു കഥ കൂടി പറയാം. എൻ്റെ ഒരു കസിൻ, അവന് 18 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ബുള്ളറ്റ് വാങ്ങണം എന്ന് അതിയായ ആഗ്രഹം. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് അങ്ങനെ അച്ഛൻ ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ബുള്ളറ്റ് ഇങ്ങനെ കാർപോച്ച് ഇങ്ങനെ നിർത്തി അവൻ അതിൻ്റെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയൽവക്കത്ത് ഉള്ള ഒരാളിങ്ങനെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഈ ബുള്ളറ്റാണ് വാങ്ങിയത്, പക്ഷെ ആ യമഹേൻ്റെ ആ FC ഇല്ലേ, അത് കുറച്ചുകൂടി നല്ലതായിരുന്നു, അത് വാങ്ങിയാൽ മതിയായിരുന്നല്ലോ എന്ന്. അതിൽ ഇവൻ്റെ ഉള്ളിൽ ഇവന് ബെസ്റ്റ് വേണം എന്നാണ്. ഇവൻ്റെ ഉള്ളിൽ ഏറ്റവും ബെസ്റ്റ് പെർഫെക്റ്റ് ആ സമയത്ത് ബുള്ളറ്റാണ്, റോയൽ എൻഫീൽഡാന്നായിരുന്നു. പക്ഷേ വേറൊരാളിപ്പോൾ വന്നിട്ട് പറയാം അതിലും ബെസ്റ്റ് ഒന്നുണ്ട്. ഇവന് കൺഫ്യൂഷൻ. ഞാൻ പറയട്ടെ, ഇവൻ കറക്റ്റ് ഒരു 3 മാസത്തിനുള്ളിൽ ബുള്ളറ്റ് വിറ്റിട്ട് യമഹയുടെ വണ്ടി വാങ്ങിച്ചുകൊണ്ട് പെർഫെക്റ്റ് ആവണം നമ്മൾ വിചാരിക്കും തോറും ആരെങ്കിലും വന്നങ്ങ് പറഞ്ഞാൽ നമ്മൾ ആ കാര്യത്തെ പേഴ്സണലായിട്ട് എടുക്കും, അത് ഫോളോ ചെയ്യും. കാര്യങ്ങളെ പേഴ്സണലായിട്ട് എടുക്കാനുള്ള അടുത്തൊരു കാരണം നെഗറ്റീവ് സെൽഫ് ടോക്കാണ്. ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സെൽഫ് ടോക്ക് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ നിന്നൊരു ശബ്ദം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോരാന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. നമ്മുടെ സെൽഫ് എസ്റ്റീം കുറഞ്ഞു, നമ്മൾ ഒന്നിനും കൊള്ളാത്തവനാണ്. ആ അവസരത്തിൽ മറ്റൊരാൾ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളതിന് വാല്യൂ കൊടുക്കും, നമ്മൾ വിഷമിക്കും. സോ കാര്യങ്ങളെ പേഴ്സണലായി എടുക്കുന്നതിനുള്ള അടുത്തൊരു കാരണം സ്ഥിരം, അത് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. നമ്മൾ നല്ലൊരു മൂഡിലല്ല, ആ സമയം ആരെങ്കിലും വന്ന് ഒന്ന് പറഞ്ഞാൽ നമ്മളതിനെ നെഗറ്റീവായിട്ട് എടുത്ത് നമ്മൾ ചിലപ്പോൾ വിഷമിക്കും, അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യും. അതിൻ്റെ അർത്ഥം നമ്മൾ കാര്യങ്ങൾ പേഴ്സണലായി എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അടുത്തതായിട്ട് കാര്യങ്ങൾ എങ്ങനെ പേഴ്സണലായിട്ട് എടുക്കുന്ന സ്വഭാവത്തെ മറികടക്കാമെന്ന് നോക്കാം. അതിനാദ്യം ഇതൊരു സ്കില്ലാണ്. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുന്നത് ഒരു സ്കില്ലാണ്. അത് നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാവുന്നതൊന്നും അല്ല, അത് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രാക്ടീസ് കൊണ്ട്.
അതൊന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർക്ക് വായുണ്ട്, അവർ പറയും. അത് നമ്മുടെ കൺട്രോളിലല്ല. അവർ പറയണമെങ്കിൽ പറയട്ടെ. നമ്മുടെ കൺട്രോളിലുള്ളത് എന്താന്ന് പറഞ്ഞാൽ അവരുടെ വാക്കിന് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അത് നമ്മുടെ കൺട്രോളിലാണ്. അവർ പറയുന്നതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അവരോട് എങ്ങനെ റിയാക്ട് ചെയ്യണം, അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, പെർഫെക്ഷൻ എന്നൊന്നില്ല. നമ്മൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. പലരും അവരുടെ പരാജയത്തെ മറച്ചു വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളത് മറ്റുള്ളവരെ അറിഞ്ഞാൽ അവരെന്തെങ്കിലും വന്ന് പറയുകയും ചെയ്താൽ ഇവർക്ക് വിഷമമാവും. അത് പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള, ബെസ്റ്റിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആഗ്രഹം കൊണ്ടാണത്. നമ്മൾ വിചാരിക്കണ പോലെയൊന്നും പലപ്പോഴും നടക്കണം എന്നൊരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ വിജയിക്കണം എന്നുമില്ല. ശ്രമിക്കുക, എത്രയോ തവണ ശ്രമിച്ച് വിജയിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങ് ഇറങ്ങിയ രജനീകാന്ത് ഇറങ്ങുന്നത് പോലെ വിജയം കൊണ്ടേ വരുമെന്നൊന്നും ചിന്തിക്കുന്നതിൽ അടിസ്ഥാനമല്ല. അങ്ങനെ പെർഫെക്ഷന് വേണ്ടിയിട്ട്, ബെസ്റ്റിന് വേണ്ടി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വിഷമിക്കേണ്ടി വരും. കൂടെ ആരെങ്കിലും വന്നിട്ട് പറയും, നീ ഇതൊക്കെ ശ്രമിച്ചിട്ട് ഇപ്പോൾ തോറ്റല്ലോടാ മോനെ എന്നങ്ങ് പറഞ്ഞാൽ മതി. നമ്മൾ വിഷമിക്കുകയും പിന്നീട് നമ്മൾ ശ്രമിക്കില്ല. നമ്മൾ പറയും, ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്തു, ഒന്നും നടക്കുന്നില്ല, ഈ നാട്ടുകാർ മൊത്തം എന്നെക്കുറിച്ച് ഇത് പറയുന്നില്ലേ, ആകെ നാണക്കേടല്ലേ എന്നൊക്കെ ചിന്തിച്ച് വിരക്തിയിലോട്ട് പോകും. സോ പെർഫെക്ഷന് വേണ്ടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ മാക്സിമം ശ്രമിക്കുക. കുറേ തവണ എറിഞ്ഞാൽ തട്ടുന്ന് കിട്ടുന്ന്. നമ്മളെന്ന വ്യക്തിയെ ആരും അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അംഗീകരിക്കണം എന്നൊരു നിർബന്ധമല്ല. നമുക്കറിയാം നമ്മൾ ആരാണെന്ന്. നമ്മുടെ സെൽഫ് വേർത്ത് നമുക്ക് എന്താണെന്ന് അറിയാം. അത് മതി. കാര്യങ്ങളെ പേഴ്സണലായി എടുക്കുന്ന ആളുകൾ അറിയേണ്ട അടുത്തൊരു കാര്യം, അപ്പുറത്തുള്ള ആളെ സംബന്ധിച്ച് അയാളുടെ മൂഡ് എന്താണെന്ന് നമുക്കറിയില്ല. തൊട്ടു മുമ്പ് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മളോട് ചിലപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത്. നമ്മൾ കാരണം ആവണമെന്നൊന്നുമില്ല. അങ്ങാടി തോറ്റത്തിന് അമ്മയോട് എന്ന് പറഞ്ഞ പോലെയോ കാര്യങ്ങളെ നമ്മൾ പേഴ്സണലായി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരാൾ വന്നിട്ട് നമ്മളോട് ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ സാഹചര്യത്തെ ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ ചിന്തിക്കുക, ഇതിനു മുമ്പ് എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ ആവും അയാൾ അങ്ങനെ ബിഹേവ് ചെയ്തത്. പേഴ്സണലായി എടുക്കേണ്ട കാര്യമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി കുറേ മുമ്പാണ്. അയാൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അയാൾ വെറുതെ വന്ന് ഷൗട്ട് ചെയ്യുക. എനിക്ക് ശരിക്കും ഹേർട്ടിങ് ആയി. ഞാൻ വിചാരിച്ചു, ഇയാളൊക്കെ ഇത്രയും എമ്പതറ്റിക് ആയിട്ട് കെയർ ചെയ്യേണ്ട ആളല്ല, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ. അപ്പൊ എൻ്റെ അനിയത്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഏട്ടാ അത് മുൻപുള്ള ഏതെങ്കിലും പേഷ്യൻസിനോടുള്ള ദേഷ്യമാവും ഏട്ടാന്ന്. ആക്ച്വലി അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. സോ നമ്മൾ അങ്ങനെ കാര്യങ്ങളെ പേഴ്സണലായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അയാൾക്ക് പല പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതുകൊണ്ടൊക്കെ ആവും അത്. അങ്ങനെ ആ സാഹചര്യത്തെ അങ്ങ് അനലൈസ് ചെയ്യുക. പേഴ്സണലായിട്ട് എടുക്കരുത്, വിഷമിക്കരുത്. അതാണ് മെയിൻ പോയിന്റ്. ആളുകളുടെ ആക്ഷൻസും റിയാക്ഷൻസും ഒക്കെ പലപ്പോഴും അവരുടെ അനുഭവങ്ങളിൽ നിന്നും അവരുടെ ആവശ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മൾ തിരിച്ചറിയണം. അടുത്തത് ഒരാൾ വന്ന് പറഞ്ഞത് നമ്മളെ വേദനിപ്പിച്ചു. നമ്മളതിന് പേഴ്സണലായി എടുക്കുന്നതിന് മുൻപ് അവരോട് അതിന്റെ ക്ലാരിറ്റി തേടണം, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തേടണം. അവരതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോഴാവും നമ്മൾ മനസ്സിലാക്കുന്നത്, ഛേ ഞാൻ ഇയാളെ തെറ്റിദ്ധരിച്ചു, ഇങ്ങനെയല്ല ഞാൻ ചിന്തിച്ചത്. ഇയാൾ പറഞ്ഞത് കാര്യം ഇങ്ങനെയാണ്, പക്ഷെ അതിന് വേറൊരു ആംഗിൾ ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. അത് ചിന്തിച്ചിട്ട് ഛേ ഞാൻ വെറുതെ വേദനിച്ചു. നിങ്ങൾക്ക് തന്നെ പല അനുഭവങ്ങളും ഉണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് പറയും, നിങ്ങളത് വേറെ രീതി ചിന്തിച്ച് വിഷമിക്കും. സത്യം പറഞ്ഞ് ആ മനുഷ്യൻ അങ്ങനെയൊന്നും ആവില്ല വിചാരിച്ചിട്ടുണ്ടാവുക. സോ അങ്ങനെ നമുക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അയാളോട് പോയിട്ട് എക്സ്പ്ലനേഷൻ തേടുക. എക്സ്പ്ലനേഷൻ തേടിയിട്ടില്ലെങ്കിൽ അയാളെ കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നു. അത് പിന്നീട് ഇങ്ങനെ പ്രശ്നങ്ങളായി തുടർന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഏറ്റവും പ്രധാനമാണ്. അതിനെ നശിപ്പിക്കാൻ ആരും അനുവദിക്കരുത്. ചില ആളുകൾ ഇടയ്ക്കിടെ വന്ന് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്ഥിരം 1, 2, 3 സംഭവങ്ങളാവില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മളെ വന്ന് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളുകളെ കട്ട് ചെയ്യുക, ഒഴിവാക്കുക, ബൗണ്ടറി സെറ്റ് ചെയ്യുക. സോ ഇറ്റ്സ് മീ MK ജയദേവ്.